ഞങ്ങള് നിങ്ങളൊന്ന് കാണാൻ വന്നാണ്. കുടിക്കാൻ വല്ലതും വേണ്ട, ഒന്നും വേണ്ട. എന്താ വന്ന കാര്യം? ഞങ്ങളൊരു സങ്കടം പറയാൻ വന്നാണ്. എന്നോടോ? അങ്ങൊരു വലിയ പണ്ഡിതനല്ലേ? എന്താണ് സങ്കടം കുട്ടികളെ? ഞങ്ങൾക്ക് ഇതുവരെ സന്താനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ദുഃഖത്തിലാണ്. നിങ്ങൾ ഡോക്ടർമാരൊന്നും കാണിച്ചില്ലേ? ഒരുപാട് ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ച് അതിലൊന്നും ഒരു ഫലം കിട്ടിയിട്ടില്ല. നിങ്ങളൊരു പണ്ഡിതനല്ലേ, നിങ്ങൾ പറഞ്ഞ ദൈവം കേൾക്കാതിരിക്കോ? ഞാനൊരു ദൈവമല്ല, ദൈവത്തിന്റെ ശിഷ്യനുമല്ല. ദൈവത്തിനോട് പറയാൻ എന്നെക്കാൾ എത്രയോ ഉയരം നിങ്ങളാണ്. ദൈവം കരുണുള്ളവനും കാരുണ്യവാനുമാണ്. ഈ ലോകത്തിന്റെ ശ്രദ്ധാവുമാണ്. അതിൽപ്പെട്ടവനാണ് നിങ്ങളും ഞാനും ഒക്കെ. അത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളും ഞങ്ങളെ കൈവിടുകയാണോ? ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങൾ ഒരു മരുന്ന് കൂടി പരീക്ഷിക്കണം. ശ്രീകോവിലക മഠം ബ്രഹ്മദത്ത ആചാര്യ എന്നാണ് അയാളെ പേര്. അയാളെ പോയി കാണാം. ഞാൻ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞാൽ മതി. എന്താ കാര്യം? ഞങ്ങൾക്ക് ഇതുവരെ സന്താന ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അംശംശ്രീയാരെ പോയി കണ്ടിരുന്നു. അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞാൻ എന്നാ അംസമൗലവിനൊന്ന് വിളിക്കട്ടെ. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അതിനിടയിൽ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി. ഇത് 8 പങ്കാക്കി അതിലൊരു പങ്ക് ഇന്ന് രാത്രി ഭക്ഷണത്തിന് മുമ്പ് രണ്ടുപേരും കഴിക്കാം. ഇന്നത്തെ ദിവസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. മറ്റുള്ള 7 ദിവസവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും വേണം. ദൈവഭക്തിയോടെ പ്രാർത്ഥിക്കുകയും വേണം. പാടത്ത് കാണാൻ എന്തൊരു രസമാണല്ലോ. എന്ത് രസമല്ലേ ഈ പാടം കാണാൻ.
വാ അങ്ങോട്ട് പോലെ എനിക്കൊരു ആമ്പിൾ വേണം. നമുക്ക് അവിടെ നിർത്താം. എവിടുന്ന് എടുക്കാം? ആമ്പിലല്ലേ നമുക്ക് പോകുമ്പോ അപ്പുറന്ന് പോയുടെ സൈഡിൽ ഞാൻ എടുത്തരട്ടാ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പാടം ബാക്കി. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് കൂട്ടി പോവാം. അവിടുന്ന് കുറച്ച് ആമ്പിൽ എടുത്തിട്ടേ എനിക്ക് ആമ്പിൽ എന്തായാലും എടുത്തായിരുന്നു. തരാം, അടുത്ത് തരാം. അല്ലെങ്കിൽ ഞാൻ ചാടി എടുക്കും. ചാടി എടുക്കാൻ പറ്റിയ സമയമല്ല. നമുക്ക് പോയുടെ അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് എടുത്തരാം. സന്തോഷായില്ലേ? സന്തോഷായി. എത്ര വേണം? എനിക്ക് വേണം ഒരു 4-5 പെടും. ചാടി ഓടി നടക്കുന്ന സമയമല്ല. മനസ്സിലായില്ലേ? ഈ വലിയ മരം എന്താണെന്നറിയോ? അറിയില്ല. എന്താ? അതാണ് ജാതിമരം. ഞാൻ ഫസ്റ്റ് ടൈമാ കാണുന്നത്. അത് ഞാൻ എടുത്തുതരാം. ഏതോ ഒരു മരത്തിന്റെ ചോട്ടിൽ എനിക്ക് വയ്യ. ഡോക്ടർ ഒന്ന് വിളിച്ച് നോക്കിയാണേ. നാളെ അല്ലേ പോവാൻ പറഞ്ഞു ഡോക്ടർ. ഒരുപാട് മീനുണ്ട് അല്ലേ? കണ്ടു കണ്ടു. ഞാനിപ്പോ നല്ല സന്തോഷത്തില. എന്റെ മരുകളൊക്കെ പ്രസവിച്ച് എന്ത് പറഞ്ഞു ലോട്ടറി അടിച്ച എന്താ എന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമുള്ള. ഞാനിപ്പോ സന്തോഷം ഞാൻ എന്താ കിടക്കണേ. എന്താ മരുകള് പ്രസവിച്ചെന്ന് ആൺകുട്ടി. അൽഹംദുലില്ലാ. അപ്പൊ കുഞ്ഞിക്കാല് നടാതെ ഉണ്ടാവുകയാണ്. അപ്പൊ അനക്ക് എന്റെ കുടുംബത്തിലെ ഒരു അവകാശം ഉണ്ടായി. ചെലവ് ചെയ്യണം. അതൊക്കെ ഉണ്ടാവും. ഞാൻ പോട്ടെ. വിരുന്നും കോളൊക്കെ ഉണ്ടാവുമ്പോ പറയണ്ടേ. പോകാൻ പറ്റിയ ചായ കുടിച്ചിട്ട് പോവാന്ന്. ഇപ്പൊ നേരത്തെ ചായ വേണ്ടാന്ന് ഓടി എന്റെ പേരേന്നല്ലേ. ആയിക്കോട്ടെ. അതന്നെ അത് നമുക്ക് വിചാരം ചെയ്യാന്നേ. അതെ അതെ ആയിക്കോട്ടെ. മുപ്പരോട് വരാൻ പറയും, നമുക്ക് ചെയ്യാട്ടാ. ശരി, ഓക്കെ. വേറൊന്നുമില്ല. ശരി എന്നാൽ. എന്താ മോനെ എന്റെ കുട്ടി? എന്തോ പറ്റി കുട്ടിക്ക്? പാല് കുടിച്ചോണ്ടിരിക്കുമ്പോ ഒരു ആർക്കും ഇല്ല. നിങ്ങളൊന്ന് വന്ന് നോക്കാണേ. അതെ, നോക്കിയപ്പോളേ എനിക്ക് തോന്നിയത് കുട്ടി മരിച്ച മാതിരി. ഇല്ല, വിഷമിക്കണ്ട, മരിച്ചിട്ടുണ്ടാവൂല. മരിക്കാൻ ഒരു കാര്യം ഇല്ലം വരെ ഒന്ന് ഇല്ലത്ത് വരെ ഒന്ന് പോയിക്കണം. അമ്പൂരിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം വരുന്നത് ഉണ്ടാവും. കാരണം ഞാൻ ഫോൺ ചെയ്ത വിവരം പറഞ്ഞു. അവളോട് പറയേണ്ട കാര്യം. അവളാകെ വിഷമിച്ചിരിക്കും. എന്നെ കുറിച്ചാ. ശരി, അത് എന്താ വെച്ചാൽ നമ്മള് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. സമാധാനിച്ച് വിട്ടോളാം. എന്നാ ശരി. തിരുമേനി, എന്റെ കുട്ടി അനങ്ങളില്ല. രക്ഷിക്കണം. കാര്യങ്ങൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. കുട്ടി അങ്ങ് കൊടുത്തു. ഇവിടെ വരാ.
നമ്മുടെ അടുത്ത വീട്ടിലെവിടെയും പോയിട്ട് കുറച്ച് കടുക് വാങ്ങി വരിക. നമുക്ക് കടുക് കൊണ്ട് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. എന്നാൽ കുറച്ച് കടുക് വാങ്ങിയിട്ട് വന്നോളൂ. വരിക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മള് കടുക് വാങ്ങാൻ പോകുന്ന വീട്ടിൽ ഒരാൾ പോലും മരിച്ചിട്ടുണ്ടാവരുത്. ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇച്ചിരി കടുകുമണി തരുമോ? ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? മരണം ജന്മസഹജമാണ്, അത് ഉൾക്കൊള്ളാൻ കഴിയണം. ജനിച്ച എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. മരണം നടക്കാത്ത വീടുകളില്ലെന്ന് നിനക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ജനിച്ചാൽ മരിക്കുമെന്ന് ഓർക്കുക. നിന്റെ കുട്ടി മരിച്ചില്ല. ദൈവം നിശ്ചയിച്ച വിധിയാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ദൈവഭക്തിയിൽ ജീവിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിത വിജയം. അവിടെയാണ് നമ്മുടെ ജീവിതം സഫലമാകുന്നത്. അതായിരിക്കട്ടെ മക്കളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം.